ഹായ് എവരിവൺ, എല്ലാവർക്കും ലേണിംഗ് ടവറിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് GDP ആൻഡ് നാഷണൽ ഇൻകം എന്ന ടോപ്പിക്കാണ്. 2021 ഒക്ടോബർ മാസം PSC നടത്തിയ ഡിഗ്രി ലെവൽ എക്സാമിന് ഇതിനെ ബേസ് ചെയ്തൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ആ ക്വസ്റ്റ്യൻ നമ്മൾ ഇന്ന് വീഡിയോ ഡിസ്കസ് ചെയ്യുന്നതാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഈ ടോപ്പിക്ക് എടുക്കുന്നത്. ഇതിന്റെ കോൺസെപ്റ്റുകൾ നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത്. നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. എങ്കിൽ മാത്രമേ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസിന് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ആദ്യമായി നമുക്ക് മനസ്സിലാക്കാം എന്താണ് GDP. വാട്ട് ഈസ് GDP? GDP means gross domestic product. Okay, gross domestic product measure the aggregate production of final goods and services taking place within the domestic economy during a year. Okay, അപ്പോൾ ഒരു ഡൊമസ്റ്റിക് എക്കണോമിയിൽ അല്ലെങ്കിൽ ഒരു വർഷത്തിൽ ഒരു ഡൊമസ്റ്റിക് എക്കണോമിയിൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ഗുഡ്സ് ആൻഡ് സർവീസിന്റെ അതിന്റെ ഫൈനൽ വാല്യൂനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് GDP എന്ന് പറയുന്നത്. നമുക്ക് കുറച്ചും കൂടി സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റിയ ഒരു ഡെഫിനേഷൻ വായിക്കുമ്പോൾ GDP is the market value of all goods and services produced within a domestic territory of a country measured in a year. All production done by the national residents or the non-residents in a country gets included, regardless of whether that production is owned by a local company or foreign entity. Everything is valued at market prices. So, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്താണ് GDP? GDP എന്ന് പറയുന്നത് ഒരു രാജ്യത്തിന്റെ ഡൊമസ്റ്റിക് ടെറിട്ടറിയിൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ഗുഡ്സ് ആൻഡ് സർവീസസിന്റെ ഫൈനൽ വാല്യൂ അല്ലെങ്കിൽ മാർക്കറ്റ് വാല്യൂ അല്ലെങ്കിൽ മണി വാല്യൂ. Okay, money value of all final goods and services എവിടെ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ഒരു രാജ്യത്തിന്റെ ഡൊമസ്റ്റിക് ടെറിട്ടറിയിൽ എത്ര നാളത്തെ ഒരു വർഷത്തിനുള്ളിൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ഗുഡ്സ് ആൻഡ് സർവീസസിന്റെ ഫൈനൽ വാല്യൂവിനെയോ അല്ലെങ്കിൽ അതിന്റെ മാർക്കറ്റ് വാല്യൂവിനെയോ അല്ലെങ്കിൽ നമുക്ക് പറയാം മണി വാല്യൂവിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് GDP എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ്. ഓക്കെ, all production done by the national residents or the non-residents in the country gets included. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു പോയിന്റ് ആണ്. കാരണം നമുക്കറിയാം ഒരു രാജ്യത്തിന്റെ അതിന്റെ ഡൊമസ്റ്റിക് ടെറിട്ടറിയിൽ അല്ലെങ്കിൽ അതിന്റെ ആ ഫുൾ പ്ലേസിൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ഗുഡ്സ് ആൻഡ് സർവീസസിന്റെ ഫൈനൽ വാല്യൂ എന്ന് പറയുമ്പോൾ നമുക്ക് ഉറപ്പായിട്ടും ഒരു ക്വസ്റ്റ്യൻ വരും. അപ്പൊ അത് ആര് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നതാണ് അല്ലെ? അപ്പൊ ഒരു രാജ്യത്ത് താമസിക്കുന്നത് ആ രാജ്യത്തിന്റെ റെസിഡൻസ് മാത്രമായിരിക്കില്ല. ഓക്കെ, ഒരു ഓപ്പൺ എക്കണോമി ആണെങ്കിൽ അവിടെ എന്ത് ഫോറിനേഴ്സ് ഫോറിൻ കമ്പനീസ് ഒക്കെ ഉണ്ടാകാം. ഓക്കെ, ലോക്കൽ കമ്പനീസ് കാണും, ഫോറിൻ കമ്പനീസ് കാണും. അപ്പൊ ഇവയെല്ലാം പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന എന്ത് ഗുഡ്സ് ആൻഡ് സർവീസസിന്റെ ഫൈനൽ വാല്യൂ ആണ്. അതുകൊണ്ടാണ് ഈ സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെ പറയുന്നത് ഓൾ പ്രൊഡക്ഷൻ ഡൺ ബൈ ദ നാഷണൽ റെസിഡൻസ് ഓർ ദ നോൺ റെസിഡൻസ് ഇൻ എ കൺട്രി ഗെറ്റ്സ് ഇൻക്ലൂഡ്. അപ്പൊ അവിടെ നാഷണൽ റെസിഡൻസ് ആകാം, അല്ലെങ്കിൽ അത് ലോക്കൽ കമ്പനികളാകാം, അല്ലെങ്കിൽ ഫോറിൻ കമ്പനികളാകാം, ആരുമാകട്ടെ. പക്ഷെ അത് എവിടെ പ്രൊഡ്യൂസ് ചെയ്യപ്പെടണം? ഒരു രാജ്യത്തിന്റെ ഡൊമസ്റ്റിക് ടെറിട്ടറിയിൽ തന്നെ പ്രൊഡ്യൂസ് ചെയ്യപ്പെടണം. അത് ആര് പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്നതിനവിടെ പ്രാധാന്യമില്ല. അതിനേക്കാൾ അപ്പുറം അത് ആ ഒരു രാജ്യത്തിന്റെ ഡൊമസ്റ്റിക് ടെറിട്ടറിയിലാണോ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അതിനാണ് ഇവിടെ ഇമ്പോർട്ടൻസ്. സോ നമുക്കറിയാം ഈ വേർഡിൽ നിന്ന് തന്നെ അത് വ്യക്തമാണ്. കാരണം ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ്. സോ ആ രാജ്യത്തിന്റെ ഡൊമസ്റ്റിക് ടെറിട്ടറിയിൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ഗുഡ്സ് ആൻഡ് സർവീസസിന്റെ വാല്യൂനെയാണ് അല്ലെങ്കിൽ അതിന്റെ ഫൈനൽ വാല്യൂനെയാണ് അല്ലെങ്കിൽ മാർക്കറ്റ് വാല്യൂനെയാണ് എന്തെന്ന് പറയുന്നത് GDP എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇത് നമ്മൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? അതിന്റെ മാർക്കറ്റ് പ്രൈസിലായിരിക്കും നമ്മൾ ഇത് കാൽക്കുലേറ്റ് ചെയ്യപ്പെടുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ജസ്റ്റ് ഒന്ന് പറയുകയാണെങ്കിൽ എന്താ GDP എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലായി ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ്. ഈ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് അത് രാജ്യത്തിന്റെ എവിടെയായിരിക്കണം? ഒരു ഡൊമസ്റ്റിക് ടെറിട്ടറിയിലാണ്, മനസ്സിലായി. അതുപോലെ തന്നെ നെക്സ്റ്റ് അത് 1 ഇയർ ഒരു വർഷത്തെയാണ് നമ്മൾ ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇതിൽ ആരൊക്കെയുണ്ട്? റെസിഡൻസും ഉണ്ട്, അതുപോലെ തന്നെ നോൺ റെസിഡൻസും ഉണ്ട്. ഓക്കെ, പിന്നെ ഇത് കാൽക്കുലേറ്റ് ചെയ്യപ്പെടുന്ന എന്തിന്റെയാണ്? മാർക്കറ്റ് പ്രൈസിലാണ് അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എന്താണ് GDP എന്നതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. നെക്സ്റ്റ് നോക്കുന്നത് വാട്ട് ഈസ് GNB. GNB എന്ന് പറയുന്നത് ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ്. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കിയാൽ GNB market price. GNB market price is the value of all the final goods and services that are produced by the normal residents of India and is measured at the market prices in a year.
അപ്പൊ നമ്മൾ കഴിഞ്ഞ തവണ അല്ലെങ്കിൽ കഴിഞ്ഞ ഇതിൽ മനസ്സിലാക്കി അല്ലെങ്കിൽ തൊട്ടുമ്പോൾ നമ്മൾ മനസ്സിലാക്കിയ ഒരു കാര്യം എന്താണ് GDP. GDP ഇതുപോലെ തന്നെയാണ്. എന്താ ഫൈനൽ വാല്യൂ, ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ് തന്നെയാണ്. ബട്ട് ദാറ്റ് ആർ പ്രൊഡ്യൂസ്ഡ് ബൈ ദ നോർമൽ റെസിഡൻസ് ഓഫ് ഇന്ത്യ. അപ്പൊ ഇന്ത്യയുടെ റെസിഡൻസ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന, അതുകൊണ്ട് തന്നെയാണ് ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ്. ഇവിടെ നിന്ന് വ്യക്തി ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ്, മറ്റേത് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ്. സോ ഇവിടെ എന്താ നാഷണൽസ് അല്ലെങ്കിൽ ഒരു രാജ്യത്തിന്റെ ആരൊക്കെയാണ് അല്ലെങ്കിൽ അതിന്റെ റെസിഡൻസ് ആരൊക്കെയാണ് അവര് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗുഡ്സ് ആൻഡ് സർവീസസിന്റെ മാർക്കറ്റ് വാല്യൂനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, GNB. ഓക്കെ, GNB മാർക്കറ്റ് പ്രൈസ് എന്താന്ന് പറയുന്നത്. ഓക്കെ, GNB refers to all the economic output produced by a national normal residence, whether they are located within the national boundary or abroad. Everything is valued at market prices. So വളരെ ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. GDP ആയിട്ട് നമ്മളൊന്ന് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും എന്താ, ഗുഡ്സ് ആൻഡ് സർവീസസ് തന്നെയാണ്, ഒരു വർഷത്തേക്ക് തന്നെയാണ്. പക്ഷെ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇവിടെ ആരാണ് നോർമൽ റെസിഡൻസ് ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ നോർമൽ റെസിഡൻസ് ഓഫ് എ നേഷൻ, ഒരു രാജ്യത്തിന്റെ അല്ലെങ്കിൽ ഒരു കൺട്രിയുടെ നോർമൽ റെസിഡൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിനെയാണ് അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗുഡ്സ് ആൻഡ് സർവീസസിന്റെ ഫൈനൽ വാല്യൂ ആണ്. പക്ഷേ അത് ആ ഇന്ത്യയുടെ റെസിഡൻസ് അത് എവിടെയായിരിക്കണം, അത് ആ ടെറിട്ടറിയിൽ ആകണമെന്ന് നിർബന്ധമില്ല. പക്ഷെ ഇവിടെ എന്ത് നിർബന്ധമാണ്, അത് ആ രാജ്യത്തിന്റെ നാഷണൽസ് അല്ലെങ്കിൽ രാജ്യത്തിന്റെ റെസിഡൻസ് ആയിരിക്കണം. അപ്പോൾ അത് അവരെവിടെയായിരിക്കാം, ഒന്നുകിൽ അവ they are located within the national boundary, അല്ലെങ്കിൽ രാജ്യത്തിന് ഉള്ളിലാകാം അല്ലെങ്കിൽ വേറെ വിദേശ രാജ്യങ്ങളിലാകാം. അപ്പൊ ഇപ്പൊ നമ്മുടെ ഇന്ത്യയിൽ വിദേശ രാജ്യങ്ങളിൽ പോയി ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ കമ്പനികൾ നടത്തുന്ന ഒരു ബിസിനസ് നടത്തുന്നവരുണ്ട്. അപ്പൊ അവർക്ക് ചെയ്യുന്ന സർവീസസിന്റെ അല്ലെങ്കിൽ അവർ ചെയ്യുന്ന ഗുഡ്സ് ആൻഡ് സർവീസസിന്റെ വാല്യൂ നമ്മൾ എന്തിലാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, GNBയിൽ കാൽക്കുലേറ്റ് ചെയ്യപ്പെടും. ഓക്കെ, അപ്പൊ അതേസമയം അവർ നടത്തുന്ന അല്ലെങ്കിൽ നമുക്ക് ഇന്ത്യയിൽ നിന്ന് പോയി ഒരാൾ ഗൾഫിൽ പോയി ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്തു, അപ്പം അവർ ചെയ്യുന്ന ഗുഡ്സ് ആൻഡ് സർവീസസിന്റെ വാല്യൂ അവിടെ ഏത് രാജ്യത്താണോ അദ്ദേഹം ഇരിക്കുന്നത് അല്ലെങ്കിൽ ആ കമ്പനി എവിടെയാണുള്ളത് അതിന്റെ GDPയിലായിരിക്കും കാൽക്കുലേറ്റ് ചെയ്യപ്പെടുന്നത്. അതേസമയം ആ കമ്പനിയുടെ ഗുഡ്സ് ആൻഡ് സർവീസ് വാല്യൂ ഇന്ത്യയിൽ വരുമ്പോൾ നമ്മൾ അത് എന്തിൽ കാൽക്കുലേറ്റ് ചെയ്യപ്പെടും, ഇന്ത്യയുടെ GNB, അതായത് ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കാം. അപ്പൊ ഇവിടെ നിന്ന് നമുക്ക് ഒന്നും കൂടെ ഒരു ഡെഫിനിഷൻ ആയിട്ട് ഇവിടെ പറയുന്ന നോക്കിക്കേ. സോ ഇറ്റ് ഈസ് therefore defined as GNB. നമ്മൾ ഓൾറെഡി പറഞ്ഞത് ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ്. നമുക്കറിയാം എന്താ, ഒരു രാജ്യത്തിന്റെ റെസിഡൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗുഡ്സ് ആൻഡ് സർവീസസിന്റെ ഫൈനൽ വാല്യൂ ആണ്. അത് എവിടെയാകാം, ഇന്ത്യ രാജ്യത്തിന്റെ ഉള്ളിലാകാം, രാജ്യത്തിന് വെളിയിലാകാം. കാരണം എന്താ, നാഷണൽസ് ആവണമെന്ന് മാത്രം അല്ലെങ്കിൽ റെസിഡൻസ് ഓഫ് എ കൺട്രി ആവണമെന്നുള്ളൂ. ഓക്കെ, സോ GNB is equal to നമുക്ക് എന്തെന്ന് പറയും, GDP പ്ലസ് GDP. എന്താ GDP എന്ന് പറയുന്നത് നമുക്ക് ഓൾറെഡി അറിയാം. GDP എന്ന് പറയുമ്പോൾ ഇപ്പൊ ഇന്ത്യ എന്ന രാജ്യം എടുത്തു, ഇന്ത്യയുടെ ആ ടെറിട്ടറിയിൽ മുഴുവനും പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ഗുഡ്സ് ആൻഡ് സർവീസിന്റെ വാല്യൂ ആണ് GDP പ്ലസ് GNB കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എന്തും കൂടെ പറയണം, പ്ലസ് ഫാക്ടർ ഇൻകം എയിൻഡ് ബൈ ദ ഡൊമസ്റ്റിക് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എംപ്ലോയ്ഡ് ഇൻ ദ റെസ്റ്റ് ഓഫ് ദ വേൾഡ്. അല്ലെ, അപ്പൊ ഇവിടെ അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള ഇപ്പൊ നമ്മൾ GDP ഓഫ് ഇന്ത്യ എടുത്തു, അതിലേക്ക് നമ്മൾ എന്ത് ആഡ് ചെയ്യുന്നുണ്ട്, ഇന്ത്യയുടെ വെളിയിൽ പോയി ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ ഇന്ത്യയുടെ വെളിയിലുള്ള ആൾക്കാർ ഏൺ ചെയ്യുന്ന ഫാക്ടർ ഇൻകം, ഇന്ത്യയുടെ വെളിയിലുള്ള ആൾക്കാർ ഏൺ ചെയ്യുന്ന ഫാക്ടർ ഇൻകം നമ്മൾ എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. ഇന്ത്യയുടെ റെസ്റ്റ് ഓഫ് ദ വേൾഡിൽ പോയിട്ട് അവർ ഏൺ ചെയ്യുന്ന ഫാക്ടർ ഇൻകം നമ്മൾ എന്ത് ചെയ്യണം, GDPയിൽ ആഡ് ചെയ്തിട്ട് നമ്മൾ എന്ത് മൈനസ് ചെയ്യണം, ഫാക്ടർ ഇൻകം ഏൺഡ് ബൈ ദ ഫാക്ടേഴ്സ് ഓഫ് ദ പ്രൊഡക്ഷൻ ഓഫ് ദ റെസ്റ്റ് ഓഫ് ദ വേൾഡ് എംപ്ലോയ്ഡ് ഇൻ ദ ഡൊമസ്റ്റിക് എക്കണോമി. ഇപ്പൊ ഇന്ത്യയിൽ ജോലി ചെയ്യുന്ന ആൾക്കാർ, ഇന്ത്യയിൽ ഫാക്ടർ ഇൻകം ഏൺ ചെയ്യുന്ന ഫോറിനേഴ്സ് ഉണ്ടായിരിക്കും. അപ്പൊ അവരുടെ ഇൻകം എന്ത് ചെയ്യണം, നമ്മൾ മൈനസ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ, GNB കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം നമ്മൾ ഓൾറെഡി പറഞ്ഞു GNB എന്ന് പറഞ്ഞാൽ എന്താണ്, GNB ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ് ആണ് GNB. അപ്പൊ GNB is equal to GDP. GDPയിൽ എന്ത് വരുന്നുണ്ട്, ഇന്ത്യക്കുള്ളിലെ നോൺ റെസിഡൻസും ഉണ്ട് റെസിഡൻസും ഉണ്ടല്ലോ. അപ്പം GDPയിൽ അത് വന്നു. അപ്പൊ ഈ നാഷണൽസിന് തന്നെ കിട്ടണമെങ്കിൽ നമ്മൾ ഉറപ്പായിട്ട് എന്ത് ചെയ്യണം, നോൺ റെസിഡൻസിന് മൈനസ് ചെയ്യണം എന്നുള്ള ഉറപ്പാണല്ലോ. അതോടൊപ്പം തന്നെ നമ്മുടെ ഇന്ത്യൻസ് ആയവർ എന്ത് ചെയ്യുന്നുണ്ട്, ഫോറിൻ കൺട്രീസിൽ അവരുടെ ബിസിനസ് അങ്ങനെയുള്ള കാര്യങ്ങൾ അവർ എന്ത് ചെയ്യുന്നുണ്ട്, ഫാക്ടറി ഇൻകം ഏൺ ചെയ്യുന്നുണ്ട്. അപ്പൊ അതെന്ത് ചെയ്യണം, ഇതിനോട് ആഡ് ചെയ്തിട്ട് ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്ന അല്ലെങ്കിൽ ഫോറിനേഴ്സ് ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്ന അല്ലെങ്കിൽ ഏൺ ചെയ്യുന്ന ഫാക്ടറി ഇൻകം നമ്മൾ എന്ത് ചെയ്യണം, മൈനസ് ചെയ്യണം. ഓക്കെ, അപ്പൊ ഫാക്ടറി ഇൻകം പുറത്തുനിന്ന് കിട്ടുന്ന ഇന്ത്യൻസ് പുറത്ത് ഏൺ ചെയ്യുന്ന ഫാക്ടറി ഇൻകം ആഡ് ചെയ്തിട്ട് ഇന്ത്യയില് ഫോറിനേഴ്സ് ഏൺ ചെയ്യുന്ന ഫാക്ടറി ഇൻകം നമ്മൾ എന്ത് ചെയ്യണം, മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു കാര്യമാണ് എന്ത്, GNB. ഓക്കെ, GNB is equal to GDP plus. ആലോചിച്ച് നോക്കിക്കേ, ഫാക്ടർ ഇൻകം ഏൺഡ് ബൈ ദ ഡൊമസ്റ്റിക് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എംപ്ലോയ്ഡ് ഇൻ ദ
റെസ്റ്റ് ഓഫ് ദി വേൾഡ്. അപ്പോൾ ഇന്ത്യക്ക് വെളിയിൽ പോയി ഫാക്ടറി ഇൻകം ഏൺ ചെയ്യുന്ന ഇന്ത്യൻസിന്റെ ആഡ് ചെയ്തിട്ട് ഇന്ത്യക്കുള്ളിൽ വന്ന് ഫാക്ടറി ഇൻകം ഏൺ ചെയ്യുന്ന ഫോറിനേഴ്സിന്റെ എന്ത് ചെയ്യണം, നമ്മൾ മൈനസ് ചെയ്യണം. അപ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, GNP. That's why we can say GNP is equal to, that is GNP is equal to നമുക്ക് എന്തെന്ന് പറയാം, GDP. അതെന്താ, ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് പ്ലസ് നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ്. അപ്പൊ ഇത് രണ്ടിന്റെ മൈനസ് ചെയ്യുമ്പോൾ ഒരു വാല്യൂ നമ്മൾ എന്ത് വന്നത്, നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ്. അപ്പൊ ഇത് നമുക്ക് ഷോർട്ട് ആയിട്ട് എങ്ങനെ എഴുതാം, GNP is equal to GDP plus net factor income from abroad. So GNP at market price is equal to GDP at market price plus net factor income in the from abroad. അപ്പൊ ഇത് കിട്ടിയല്ലോ. അപ്പൊ ഇവിടെ നിന്ന് നമുക്ക് എന്ത് കിട്ടി, GNP മാർക്കറ്റ് പ്രൈസിലുള്ള GNP എന്താന്ന് നമുക്ക് മനസ്സിലായി. എന്തുകൊണ്ടാണ് ഇത് മാർക്കറ്റ് പ്രൈസിൽ വന്നത്, അത് ഓർത്തു വെക്കുക. GDPയുടെ ബേസിക് ഡെഫിനിഷൻ എന്താ, നമ്മുടെ എല്ലാ ഗുഡ്സ് ആൻഡ് സർവീസസിന്റെയും മണി വാല്യൂ, മാർക്കറ്റ് വാല്യൂ, അത് എന്തിൽ തന്നെയാണ് നമ്മൾ കാൽക്കുലേറ്റ്, മാർക്കറ്റ് വാല്യൂലാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതാണ് GNP ആയാലും അത് എന്തിലാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, അതും നമ്മൾ എന്തിലാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, മാർക്കറ്റ് വാല്യൂലാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇവിടെ GNP അറ്റ് മാർക്കറ്റ് പ്രൈസ്. അത് മനസ്സിലാക്കി വെക്കുക, എങ്കിൽ മാത്രമേ നമുക്ക് പിന്നീടുള്ളത് കുറച്ചും കൂടെ നന്നായിട്ട് മനസ്സിലാകുള്ളൂ. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് നോക്കാം. ഇവിടെ ഒരു ഡയഗ്രാം, ഒരു ജസ്റ്റ് ഒരു മാപ്പ് തന്നിട്ട് പറയുന്നത്, ഓക്കെ, ഇത് GNP വേഴ്സ് GDP. ഈസി ആയിട്ട് ഒന്നും കൂടി മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു പിക്ചർ കാണിച്ചിരിക്കുന്നത്. ഇവിടെ നോക്കിക്കേ, വാല്യൂ ഓഫ് ഓൾ ഗുഡ്സ് ആൻഡ് സർവീസസ് മെയ്ഡ് ബൈ എ കൺട്രീസ് റെസിഡൻസ് ആൻഡ് ബിസിനസ്സസ് റിഗാർഡ്ലെസ് ഓഫ് പ്രൊഡക്ഷൻ ലൊക്കേഷൻ. എന്താണ് GNP എന്ന് പറഞ്ഞത്, സർവീസസ് മെയ്ഡ് ബൈ ദ കൺട്രീസ് റെസിഡൻസ് ആൻഡ് ബിസിനസ്സസ്. അപ്പൊ ഒരു കൺട്രിയുടെ, രാജ്യത്തിന്റെ ഭാഗമായ ആൾക്കാർ, ഇപ്പൊ ഇന്ത്യ എടുക്കുകയാണ്, ഇന്ത്യയുടെ ഭാഗമായ അല്ലെങ്കിൽ ഇന്ത്യയുടെ റെസിഡൻസ് എല്ലാവരും എവിടെയൊക്കെയാണ് അവരുള്ളത്, അവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗുഡ്സ് ആൻഡ് സർവീസസിന്റെ വാല്യൂ ആണ് എന്ത്, GNP. ദാറ്റ്സ് പേരിൽ നിന്ന് തന്നെ വ്യക്തമാണ്, GNP ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ്. അപ്പൊ ഇന്ത്യയുടെ നാഷണൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗുഡ്സ് ആൻഡ് സർവീസ് എന്ന് പറയുമ്പോൾ അത് ഇന്ത്യയിൽ മാത്രമല്ല, നമുക്കറിയാം ഇന്ത്യ ഒരു ഓപ്പൺ എക്കണോമിയാണ്. അപ്പൊ ഇന്ത്യയിലുള്ള നാഷണൽസ്, ഇന്ത്യയിലുള്ള ആൾക്കാർ എന്ത് ചെയ്യുന്നുണ്ട്, വേറെ രാജ്യങ്ങളിൽ പോയി അവർ കമ്പനികൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതെല്ലാം നമ്മൾ എന്തിൽ ആഡ് ചെയ്യുന്നത്, GNPയിലാണ്. അപ്പൊ അത് അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞത്, അവിടെ ലൊക്കേഷൻ ഒരു പ്രോബ്ലം അല്ല, ലൊക്കേഷൻ അവിടെ ഒരു പ്രശ്നമല്ല. സൗണ്ട് ഇൻഡിക്കേറ്റർ ഓഫ് ഫിനാൻഷ്യൽ വെൽബീങ് ഓഫ് അമേരിക്കൻസ് ആൻഡ് US based multinational corporations. അപ്പൊ നമുക്കറിയാം, ഇപ്പൊ നമ്മൾ പറയുന്നു GNP ഹൈ ആന്ന് പറയുമ്പോൾ അത് ഉറപ്പായിട്ടും ആരെ ഇൻഡിക്കേറ്റ്, ഇപ്പൊ ഇന്ത്യയുടെ GNP ഹൈ ആണ്, അല്ലെങ്കിൽ അമേരിക്കയുടെ GNP, അല്ലെങ്കിൽ അങ്ങനെ പറയുമ്പോൾ അതെന്താ, ഫിനാൻഷ്യൽ വെൽബീങ് ഓഫ് അമേരിക്കൻസ്. അപ്പൊ ആ രാജ്യത്തിന്റെ നാഷണൽസിന്റെ ഒരു, അല്ലെങ്കിൽ അവരുടെ ഒരു ലൈഫ് സ്റ്റൈലിനെയാണ് അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്, അല്ലെ. അപ്പൊ ഇന്ത്യയുടെ GNP ഹൈ അല്ലെങ്കിൽ അങ്ങനെയാണ് നമ്മൾ പറയുമ്പോൾ അത് ഇന്ത്യയുടെ ജനങ്ങളുടെ വെൽബീങ്ങിനെയാണ് അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്, അല്ലെ. അത് ഉറപ്പായിട്ട് അത് അമേരിക്കൻസ് അല്ലെ ഇന്ത്യൻസിനെയാണ് അത് റെപ്രസെന്റ് ചെയ്യുന്നത്. സോ ഇവിടെ നിന്ന് തന്നെ മനസ്സിലാക്കും, GNP. ഈ ഒരു മാപ്പ് നോക്കി, ഇതൊരു, ഈ ഒരു മാപ്പിൽ തന്നെ, അമേരിക്കയുടെ മാപ്പിൽ തന്നെ നോക്കി, എല്ലാ ഫ്ലാഗും സെയിം, അതായത് എല്ലാ അമേരിക്കയുടെ അല്ലെങ്കിൽ യുഎസിന്റെ റെസിഡൻസ് ആയ ഓരോരുത്തർ അവര് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗുഡ്സ് ആൻഡ് സർവീസസിന്റെ വാല്യൂ ആണ്. സർവീസ് മെയ്ഡ് ബൈ ദ കൺട്രീസ് റെസിഡൻസ്, കൺട്രീസ് അല്ലെങ്കിൽ യുഎസിന്റെ ആ കൺട്രിയിലുള്ള ആ കൺട്രിയുടെ റെസിഡൻസ് എവിടെ ആയിക്കൊള്ളട്ടെ, പക്ഷെ അവര് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗുഡ്സ് ആൻഡ് സർവീസസിന്റെ വാല്യൂനെയാണ് നമ്മൾ എന്ത്, GNP ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ്. അതേസമയം GDP നോക്കിക്കേ, ഇവിടെ ഇപ്പൊ ഒരു മാപ്പ് ഉണ്ട്, അമേരിക്കയുടെ മാപ്പിൽ നോക്കിക്കേ, ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും GDP ഒരു ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് ആണ്. ഇവിടെ ഈ ടെറിട്ടറി മാത്രം, അല്ലെങ്കിൽ ഈ ഒരു ഏരിയ മാത്രം ഇവിടെ ഇമ്പോർട്ടൻസ് ഉള്ളൂ. ഓക്കെ, ഒരു ഏരിയ മാത്രം ഇവിടെ ഇമ്പോർട്ടൻസ്. പക്ഷെ നോക്കിക്കേ, ഇവിടെ എന്താ, ഡിഫറെന്റ് രാജ്യങ്ങൾ മെഷേഴ്സ് പ്രൊഡക്ഷൻ ഇൻസൈഡ് ഓഫ് എ കൺട്രി നോ മാറ്റർ ഹൂ മേക്സ് ഇറ്റ്. സോ നോക്കിയേ, ഇവിടെ ആരുമായിക്കുള്ളൂ, കാരണം ഡിഫറെന്റ് ഫ്ലാഗ്സ് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പൊ ഇത് ആര് പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്നതല്ല, ഈ ഒരു ടെറിട്ടറിയിൽക്കുള്ളിൽ തന്നെ ആയിരിക്കണം ഇത് പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്, അത് ആരുമായിക്കൊള്ളട്ടെ. അതിനെയാണ് നമ്മൾ GDP എന്ന് പറയുന്നത്. സോ സൗണ്ട് ഇൻഡിക്കേറ്റർ ഓഫ് ഹെൽത്ത് ഓഫ് US എക്കണോമി. അപ്പൊ ഈ ഒരു ഇൻഡിക്കേഷൻ വെച്ച് നമുക്ക് പറയുന്നത് യുഎസിന്റെ എക്കണോമി എന്താ, ഭയങ്കര ഹൈ ആണ്. GDP ഗ്രോത്ത് വെച്ചിട്ടാണ് നമ്മൾ പറഞ്ഞത് എക്കണോമി എന്താ, ഭയങ്കര ഹൈ ആണ്. എക്കണോമിക് ഗ്രോത്ത്, ഹെൽത്ത് എന്താ, ഭയങ്കര നന്നായിട്ടാണ്, അല്ലെങ്കിൽ ഡെവലപ്ഡ് നേഷൻ ആണ്, അല്ലെങ്കിൽ ഡെവലപ്പിംഗ് നേഷൻ ആണ് എന്നൊക്കെ നമ്മൾ ഐഡന്റിഫൈ ചെയ്താൽ നമ്മൾ പറയാറുണ്ട്. ഇപ്പൊ കുറെ ആൾക്കാർ എന്ത് ചെയ്യുന്നു, ഫോറിൻ കൺട്രീസിലോട്ട് പോകുന്നു. കാരണം എന്താ, US അല്ലെങ്കിൽ കാനഡ പോലുള്ള, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് ഒക്കെ എന്താ, ഭയങ്കരമായിട്ടും നല്ല സൗണ്ട് എക്കണോമിയാണ്, അല്ലെങ്കിൽ അവരുടെ എക്കണോമിക് ഹെൽത്ത് ഈസ് വെരി ഹൈ എന്ന് പറഞ്ഞാണ് എന്ത് ചെയ്യും, നമ്മള് പലവരും ജോലിക്ക് അല്ലെങ്കിൽ അങ്ങനെയുള്ള രീതിയിലേക്ക് നമ്മൾ ആ ഒരു സ്ഥലത്തേക്ക് പോകാൻ കാരണം എന്താ, അവിടുത്തെ GDP എന്താ, ഭയങ്കരമായിട്ടും ഹൈ ആണ്, ഭയങ്കരമായിട്ടും കൂടുതലാണ്. സോ അതുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ അതൊരു എക്കണോമി ഹെൽത്തിനെ
ഇൻഡിക്കേറ്റ് ചെയ്യുമ്പോൾ GNB എന്ന് പറയുമ്പോൾ ഫിനാൻഷ്യൽ വെൽബീങ് ഓഫ് എന്താ ആ ഒരു നേഷന്റെ ജനങ്ങൾ അല്ലെങ്കിൽ ഇന്ത്യൻസ്. ഇപ്പൊ ഇന്ത്യയുടെ GNB പറയുമ്പോൾ അത് ഇന്ത്യൻസിന് മാത്രം അത് ഡിപ്പെൻഡ് ചെയ്യുന്നത്, ഇന്ത്യയുടെ എക്കണോമിനെ അല്ല അത് ബാധിക്കുന്നത്, ഇന്ത്യയിലുള്ള ഇന്ത്യൻ ജനങ്ങളുടെ വെൽബീങ്. കാരണം ഉറപ്പായിട്ടും നമുക്കറിയാം, കാരണം എന്താ ആ ജനങ്ങൾ, ഇന്ത്യയിലെ ജനങ്ങൾ എവിടേക്കാണോ അവരെല്ലാം കൂടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗുഡ്സിന്റെ സർവീസസിന്റെ ഫൈനൽ വാല്യൂ ആണ് GNB. അതേസമയം GDP എന്ന് പറയുമ്പോൾ എന്ത് വരുന്നത്, ഇന്ത്യൻസ് മാത്രമല്ല. അപ്പൊ അമേരിക്ക എന്ന് പറഞ്ഞ രാജ്യത്തവർക്ക് അത് അമേരിക്കൻസ് മാത്രമല്ല, അവിടെ ചെന്ന് പറക്കുന്ന ഇന്ത്യൻസ് ആകാം, വേറെ കാനഡയിൽ നിന്നുള്ളവരാകാം, വേറെ യൂറോപ്യൻ കൺട്രീസ് അവരെല്ലാവരും അവിടെ ആരൊക്കെയുണ്ടോ അവരെല്ലാം പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗുഡ്സ് ആൻഡ് സർവീസസിന്റെ ഫൈനൽ വാല്യൂ. സോ നമ്മൾ അതിനെ അമേരിക്കന്റെ ജനങ്ങളുടെ എന്നല്ല പറയുന്നത്, അമേരിക്കൻ എക്കണോമിനെ എന്ത് ചെയ്തു ഡിപ്പെൻഡ് ചെയ്തു. അപ്പൊ അതുകൊണ്ട് അത് വെച്ചിട്ടാണ് നമ്മുടെ ഒരു എക്കണോമിയുടെ ഗ്രോത്തിനെ നമ്മൾ എപ്പോഴും GDPയുടെ ബേസിലായിരിക്കും നമ്മൾ പറയുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഇവിടെ മനസ്സിലാക്കി വെക്കുക. GNB എന്ന് പറയുമ്പോൾ ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ്. ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ് മീൻസ് എന്താണ്, അത് ആ രാജ്യത്തിന്റെ റെസിഡൻസ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ഗുഡ്സ് ആൻഡ് സർവീസസിന്റെ വാല്യൂ. അത് എവിടെയാണെന്നത് വിഷയമല്ല, പക്ഷെ അത് എവിടെയായിരിക്കണം, ആ രാജ്യത്തിന്റെ റെസിഡൻസ് ആയിരിക്കണം. അതേസമയം GDP എന്ന് പറയുന്നത് എന്താണ്, ഒരു രാജ്യത്തിന്റെ ഡൊമസ്റ്റിക് ടെറിട്ടറിയിൽ നിന്നാണ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ഗുഡ്സ് ആൻഡ് സർവീസസ് ആണ്. അപ്പോൾ അതെന്താ ഡിഫറെന്റ് പീപ്പിൾ ആകാം, ഡിഫറെന്റ് രാജ്യങ്ങളിൽ നിന്നുള്ളവരാകാം, പക്ഷെ അതെന്തായിരിക്കണം ആ രാജ്യത്തിന്റെ ഡൊമസ്റ്റിക് ടെറിട്ടറിയിൽ മാത്രമായിരിക്കണം എന്ന കാര്യം മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഇനി നമ്മൾ നോക്കേണ്ടത്, ഇപ്പൊ നമ്മൾ പറഞ്ഞു GDP എന്താണ്, GNB ആണ്. ഇത് നമ്മൾ വളരെ ക്ലാരിറ്റിയോട് കൂടി നമ്മൾ മനസ്സിലാക്കിയെടുത്തു. അപ്പോൾ നമുക്കറിയാം ഇപ്പൊ GNB ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ് ആണ് നമുക്ക് മനസ്സിലായി. വി ഹാവ് ഓൾറെഡി നോട്ടഡ് ദാറ്റ് ദ പാർട്ട് ഓഫ് ദ ക്യാപിറ്റൽ ഗെറ്റ്സ് കൺസ്യൂംഡ് ഡ്യൂറിങ് ദ ഇയർ ഡ്യൂ ടു വെയർ ആൻഡ് ടിയർ. നമുക്കറിയാം ഒരു എന്ത് സാധനം നമ്മൾ മേടിച്ചാലും, ഇപ്പൊ ലാപ്ടോപ്പ് ആയിക്കൊള്ളട്ടെ, മൊബൈൽ ഫോൺ ആയിക്കൊള്ളട്ടെ, എന്ത് ഒരു ഫ്രിഡ്ജ് ആയിക്കോട്ടെ, വാഷിംഗ് മെഷീൻ എന്തും ആയിക്കൊള്ളട്ടെ, അത് പക്ഷെ എന്ത് ചെയ്യും, വർഷങ്ങൾ നമ്മൾ യൂസ് ചെയ്യുന്നതുകൊണ്ട് എന്ത് ചെയ്യും, അതിന് കാലപ്പഴക്കം സംഭവിക്കും, അങ്ങനെ ഒരു ഡിപ്രിസിയേഷൻ സംഭവിക്കും അല്ലെ, അങ്ങനെ ഡിപ്രിസിയേഷൻ സംഭവിക്കാറുണ്ട്. അപ്പൊ ആ ഒരു ദിസ് വെയർ ആൻഡ് ടിയർ ഈസ് called depreciation. Naturally, depreciation does not become a part of anybody's income. നമുക്കറിയാം നമ്മൾ എന്ത് സാധനം, ഇപ്പോൾ ഒരു കാറ് മേടിച്ചിട്ട് നമ്മളത് കൊടുക്കുമ്പോൾ, 2 വർഷം കഴിഞ്ഞ് നമ്മളത് കൊടുക്കുമ്പോൾ, വേണ്ട ഒരു പുതിയ കാറ് നമ്മൾ മേടിച്ചിട്ട് അത് നമ്മൾ വാല്യൂ മേടിച്ച് നമ്മളത് റോഡിലേക്ക് ഇറങ്ങുമ്പോൾ എന്ത് ചെയ്യും, അതിന്റെ വാല്യൂ എന്ത് ചെയ്തു, ഡിപ്രിഷിയേറ്റ് ചെയ്തു, മാർക്കറ്റ് വാല്യൂ കുറഞ്ഞു. അപ്പൊ എന്ത് സാധനത്തിനുണ്ട് ഒരു വാല്യൂ എന്ത് ചെയ്യും, കുറയും, ഒരു ഡിപ്രിസിയേഷൻ സംഭവിക്കും. അപ്പൊ അതൊരിക്കലും ഒരു ഭാഗത്തിന്റെ എന്താ, ഒരു രാജ്യത്തിന്റെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നാഷണൽ ഇൻകം ആയിട്ട് നമുക്കത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ എന്തെടുക്കാം, നോക്കിക്കേ, നെറ്റ് നാഷണൽ പ്രൊഡക്റ്റ് ഇസ് ഈക്വൽ ടു GNB മൈനസ് ഡിപ്രിസിയേഷൻ. അപ്പൊ ശരിക്കുമുള്ള നാഷണൽ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് എന്താണ്, ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റിന് എന്തിനാ ഡിപ്രിസിയേഷനും കൂടെ കുറച്ചിട്ട് വരുന്നതാണ് അതിന്റെ വീണ്ടുമുള്ള നെറ്റ് നാഷണൽ പ്രൊഡക്റ്റ്. സോ ഇറ്റ് ഈസ് ടു ബി നോട്ടഡ് ദാറ്റ് all these variables are evaluated at market prices. The expression given above, we get the value of NNB evaluated at market price. അപ്പോൾ അവിടെ NNB എന്ന് പറയുന്നത് നെറ്റ് നാഷണൽ പ്രൊഡക്റ്റ്. എന്തുകൊണ്ടാ, ഈ GNB നിന്നും ഏതൊരു പ്രൊഡക്റ്റ് എടുത്താലും നമുക്കറിയാം ഗുഡ്സ് ആൻഡ് സർവീസ്. അപ്പൊ അതിന്റെ ഒരു വിയർ ആൻഡ് ടിയർ സംഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ അതിന് പറയുന്ന പേരാണ് ഡിപ്രിസിയേഷൻ. അപ്പൊ GNB നിന്നും ആ ഒരു അങ്ങനെ കാലപ്പഴക്കം ഉണ്ടെന്ന് ആ ഒരു വാല്യൂ എന്ത് ചെയ്യണം, നമ്മൾ മൈനസ് ചെയ്തെങ്കിൽ മാത്രമേ അത് നെറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ അതിന്റെ ഫൈനൽ വാല്യൂ നാഷണൽ പ്രൊഡക്റ്റ് എന്താണെന്നുള്ള ആ ഒരു കാൽക്കുലേഷൻ നമുക്ക് ലഭിക്കത്തുള്ളൂ. അപ്പൊ അതിന്റെ ആ ഒരു കാലപ്പഴക്കത്തിൽ ഉണ്ടാകുന്ന ആ ഒരു ഡിപ്രിസിയേഷൻ നമ്മൾ എന്ത് ചെയ്യുന്നു, കുറയ്ക്കുന്നു. അങ്ങനെ നമുക്ക് NNB കിട്ടുന്നു. NBC equal to GNB മൈനസ് ഡിപ്രിസിയേഷൻ. അപ്പൊ ഇതെല്ലാം ഇവിടെ ഓർത്ത് വെക്കുക, എന്തിലാണ്, ഇതെല്ലാം ഇവിടെ മാർക്കറ്റ് പ്രൈസിലാണ്. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് നമുക്ക് നോക്കാം. ബട്ട് മാർക്കറ്റ് പ്രൈസ് ഇൻക്ലൂഡ് ഇൻഡയറക്റ്റ് ടാക്സസ്. അതുപോലെ തന്നെ എന്തുണ്ട്, ഇപ്പൊ മാർക്കറ്റ് പ്രൈസിലാണ് നമ്മൾ ഒരു സാധനം കാൽക്കുലേറ്റ് ചെയ്യുന്നതെങ്കിൽ മാർക്കറ്റ് പ്രൈസിൽ എന്തും കൂടിയുണ്ട്, ഇൻഡയറക്റ്റ് ടാക്സ് വരുന്നുണ്ട്. When indirect taxes are imposed on goods and services, their price go up. Indirect taxes accrue to the government. We have to deduct them from NNB evaluated at market price in order to calculate that a part of NNB which actually accrues to the factors of production. Similarly, there may be subsidies granted by the government on the prices of some commodities. In India, petrol is heavily taxed by the government, whereas cooking gas is subsidized. Okay, ഇത് നമ്മളിവിടെ മനസ്സിലാക്കി വെക്കുക. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നമുക്കൊരു മാർക്കറ്റ് പ്രൈസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അവിടെ ഉറപ്പായിട്ട് എന്തുണ്ട്, ടാക്സും കൂടി എന്ത് ചെയ്യുന്നുണ്ട്, ഇൻഡയറക്റ്റ് ടാക്സും കൂടെ അതിനുള്ളിൽ ആഡ് ചെയ്തിട്ടാണ് MRP വരുന്നത്. അതെന്ത് ചെയ്ത് ഗവൺമെന്റിലേക്ക് കൊടുക്കുന്ന ഒരു മണിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് NNB അല്ലെങ്കിൽ നമ്മൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യണം, ഇതിൽ നിന്ന് നമ്മൾ ഉറപ്പായിട്ടും ഈ നമ്മൾ പേ ചെയ്യുന്ന ഡയറക്റ്റ് ടാക്സ് എന്ത് ചെയ്യണം, കുറച്ചെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടത്തുള്ളൂ, ഇതിന്റെ ഒരു ഫാക്ടർ ഇൻകം അല്ലെങ്കിൽ ഇത് ഫാക്ടറിയിൽ ഒരു സാധനം പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടാകുന്ന ഇതിന്റെ കോസ്റ്റ് എന്താണെന്നുള്ളത് നമുക്ക് ലഭിക്കണമെങ്കിൽ ഉറപ്പായിട്ട് എന്ത് ചെയ്യണം, ഇതിൽ നിന്ന് നമ്മൾ ഈ മാർക്കറ്റ് പ്രൈസിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം,
ഈ ഇൻഡയറക്റ്റ് ടാക്സ് മൈനസ് ചെയ്യണം. അതുപോലെ തന്നെ നമുക്കറിയാം ഗവൺമെന്റ് എന്ത് ചെയ്യാറുണ്ട്, സബ്സിഡി പ്രൊവൈഡ് ചെയ്യാറുണ്ട് അല്ലെ. ഇപ്പൊ നമ്മളൊരു പെട്രോൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ മേടിക്കും, നമ്മൾ ഹെവിലി അതിന് ഒത്തിരി ടാക്സ് നമ്മൾ പേ ചെയ്യുന്നുണ്ട്. പക്ഷെ അതേ സമയം തന്നെ കുക്കിംഗ് ഗ്യാസ് ഇതുപോലുള്ള കാര്യങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഗവൺമെന്റ് നമുക്ക് സബ്സിഡി നൽകാറുണ്ട്. അപ്പോൾ ഇത് സബ്സിഡി നൽകാന്ന് പറഞ്ഞാൽ നമ്മൾ ഉള്ള പ്രൈസിൽ നിന്നും അത് കുറച്ച് നൽകുക. ഓക്കെ, അപ്പൊ നമുക്ക് ആക്ച്വലി എന്താ കണ്ടുപിടിക്കേണ്ടത്, നമുക്ക് മാർക്കറ്റ് പ്രൈസ് ഫാക്ടർ കോസ്റ്റ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഇവിടെ നോക്കിക്കേ, നെറ്റ് നാഷണൽ പ്രൊഡക്റ്റ് അറ്റ് ഫാക്ടർ കോസ്റ്റ് ഓർ നാഷണൽ ഇൻകം. അപ്പൊ നമ്മളിവിടെ പറഞ്ഞു വെച്ചു നെറ്റ് നാഷണൽ ഇൻകം അറ്റ് ഫാക്ടർ കോസ്റ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, നാഷണൽ ഇൻകം എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഓൾറെഡി നമ്മൾ പറഞ്ഞു, നമ്മൾ ഫസ്റ്റിലെ നമ്മൾ മനസ്സിലാക്കി എന്താണ് ജി ഡി പി. ഓക്കെ, ജി ഡി പി നമ്മൾ മനസ്സിലാക്കി, ചെറിയ സ്റ്റെപ്പുകളാണ്. ജി ഡി പി നമ്മൾ ഒന്നാമത് മനസ്സിലാക്കി. നെക്സ്റ്റ് നോക്കിക്കേ, ഈ ജി ഡി പി നമുക്ക് എന്ത് ചെയ്യണം, ജി എൻ ബി ആണ് നമ്മൾ പറഞ്ഞത്, ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ്. ഈ ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ് എന്തായിരുന്നു, ഈ ജി ഡി പിയിൽ നിന്നും നമ്മൾ പറഞ്ഞു നെറ്റ് ഫാക്ടർ ഇൻകം അല്ലെ, നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ്. ഇതാണല്ലോ. ഇത് നോക്കി, മൂന്നാമത് നമുക്ക് എന്തായിരുന്നു വരുന്നത്, ഈ നെറ്റ് NNB, നെറ്റ് നാഷണൽ പ്രൊഡക്റ്റ്. ഇത് ഈക്വൽ ടു എന്താ പറയുക, ജി ഡി പി അല്ല, ഇവിടെ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം, ജി ഡി പി പ്ലസ് നെറ്റ് ഫാക്ടർ ഇൻകത്തിൽ നമ്മൾ എന്ത്, ഡിപ്രിസിയേഷൻ. ഓക്കെ, ദാറ്റ് ഈസ് GNB മൈനസ് എന്ത് ചെയ്യണം, ഡിപ്രിസിയേഷൻ. ഓക്കെ, GNB മൈനസ് ഡിപ്രിസിയേഷൻ ആണ് ഇവിടെ വരുന്നത്. ഇനി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത് എന്താണ്, NNB. ഇവിടെ ഇത് എന്തായിരുന്നു, NNB അറ്റ് ഇത് എന്തായിരുന്നു, ഇതെല്ലാം മാർക്കറ്റ് പ്രൈസിലാണ്. ഇനി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട് NNB അറ്റ് ഫാക്ടർ കോസ്റ്റ്. ഓക്കെ അല്ലെ, ഒരു ഗുഡ്സ് ആൻഡ് സർവീസസിന്റെ NNB നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ ഈ ഫാക്ടർ കോസ്റ്റിനുള്ളത് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ അതിനെയാണ് ശരിക്കും എന്തെന്ന് പറയുന്നത്, NNB അല്ലെങ്കിൽ എന്തൊരു സാധനത്തിന് നെറ്റ് നാഷണൽ പ്രൊഡക്റ്റ് അറ്റ് ഫാക്ടർ കോസ്റ്റിലുള്ളതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, നാഷണൽ ഇൻകം ഓഫ് എ കൺട്രി എന്ന് പറയുന്നത്. സോ വി നീഡ് ടു ആഡ് സബ്സിഡീസ് ടു ദി NNB evaluated at the market prices. The measure that we obtain by doing it so is called net national product factor cost or national income. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്, ഈ NNB at ഫാക്ടർ കോസ്റ്റ്, NNB at ഫാക്ടർ കോസ്റ്റ് എന്ന് പറയുന്നതാണ് നാഷണൽ ഇൻകം എന്ന് പറയുന്നത്. ഇവിടെ എഴുതാൻ NNB അറ്റ് എന്താണ്, ഫാക്ടർ കോസ്റ്റ്. NNB അറ്റ് ഫാക്ടർ കോസ്റ്റിൽ എന്ന് പറഞ്ഞതിനെയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞത്. അങ്ങനെ കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, NNB അറ്റ് മാർക്കറ്റ് പ്രൈസിൽ വരുന്നതിൽ നിന്നും നമ്മൾ എന്ത് മൈനസ് ചെയ്യണം, നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഇൻഡയറക്റ്റ് ടാക്സ് എന്ത് ചെയ്യണം, മൈനസ് ചെയ്യണം. ഇൻഡയറക്റ്റ് ടാക്സ് എന്ത് ചെയ്യണം, മൈനസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ആഡ് ചെയ്യണം, സബ്സിഡീസ് ആഡ് ചെയ്യണം. നമുക്കിത് അറിയാവുന്ന സിമ്പിൾ ആയിട്ട് ലോജിക്ക് മാത്രമേ ഉള്ളൂ അല്ലെ. നമുക്കറിയാം മാർക്കറ്റ് പ്രൈസ് നമുക്ക് ഫാക്ടർ കോസ്റ്റ് കണ്ടുപിടിക്കണം. കാരണം ഒരു കമ്പനിയിൽ ഇത് ഉത്പാദിപ്പിക്കപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ഫാക്ടർ കോസ്റ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമ്മളെല്ലാം പറഞ്ഞു, ജി ഡി പി തൊട്ട് നമ്മൾ വരുമ്പോൾ ഇതെല്ലാം എവിടെയാണ് മെൻഷൻ ചെയ്യുന്നത്, എല്ലാം മാർക്കറ്റ് പ്രൈസിലാണ് ഇതെല്ലാം വരുന്നത്. സോ NNB മാർക്കറ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ എന്താണ്, NNB മാർക്കറ്റ് വാല്യൂ ആണ്. അതിൽ എന്ത് ആഡ് ചെയ്യുന്നുണ്ട്, ഇൻഡയറക്റ്റ് ടാക്സും കൂടി ഇട്ട മാർക്കറ്റ് പ്രൈസ് ആണ് നമുക്ക് ലഭിക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യണം, അത് നമ്മൾ മൈനസ് ചെയ്തു. പ്ലസ് എന്താണ്, സബ്സിഡി എന്ന് പറഞ്ഞാൽ എന്താ, ഉള്ള പ്രൈസ് എത്രയാണോ അതിൽ നിന്ന് കുറച്ച് നമ്മൾ കുറച്ച് കൊടുക്കുക. അപ്പോഴും അത് ഫാക്ടർ കോസ്റ്റ് ആവുന്നില്ലല്ലോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് കിട്ടിയ സബ്സിഡി എന്ത് ചെയ്യണം, നമ്മളത് ആഡ് ചെയ്യണം. സബ്സിഡി ആഡ് ചെയ്തിട്ട് ടാക്സ് എന്ത് ചെയ്യണം, റെഡ്യൂസ് ചെയ്യണം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, NNB അറ്റ് ഫാക്ടർ കോസ്റ്റ് കിട്ടും. അതായത് ഫാക്ടറിയിൽ അല്ലെങ്കിൽ ഫാക്ടർ കോസ്റ്റ് നമുക്ക് കിട്ടണമെങ്കിൽ NNB മാർക്കറ്റ് പ്രൈസിൽ നിന്നും ഇൻഡയറക്റ്റ് ടാക്സ് കുറയ്ക്കുക, സബ്സിഡി ആഡ് ചെയ്യുക. അപ്പോൾ ഈ ഫാക്ടർ കോസ്റ്റ് NNB അറ്റ് ഫാക്ടർ കോസ്റ്റിനെ നമ്മൾ എന്തെന്ന് പറഞ്ഞത്, നാഷണൽ ഇൻകം. വെരി വെരി ഇമ്പോർട്ടന്റ് പോയിന്റ്. അപ്പം നെറ്റ് നാഷണൽ പ്രൊഡക്റ്റ് അറ്റ് ഫാക്ടർ കോസ്റ്റ് ആണ് എന്തെന്ന് പറയുന്നത്, നാഷണൽ ഇൻകം. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ നിന്നും നാഷണൽ ഇൻകം എന്താണെന്ന് മനസ്സിലായി. നമുക്ക് നോക്കാം. അപ്പോൾ ഈ കഴിഞ്ഞ വർഷം അല്ലെങ്കിൽ 2021 നടന്ന എക്സാമിൽ, ഒക്ടോബർ മാസം നടന്ന എക്സാമിന് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നത്, കാൽക്കുലേറ്റ് ദി NNB അറ്റ് ഫാക്ടർ കോസ്റ്റ്. എന്താണ് നെറ്റ് നാഷണൽ പ്രൊഡക്റ്റ് അല്ലെ, നെറ്റ് നാഷണൽ പ്രൊഡക്റ്റ് എന്ത് ചെയ്യണം, കാൽക്കുലേറ്റ് ചെയ്യണം. നെറ്റ് നാഷണൽ പ്രൊഡക്റ്റ് അറ്റ് ഫാക്ടർ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥമാക്കുന്നത്, എന്താണിത്, നാഷണൽ ഇൻകം ആണ് അല്ലെ. നാഷണൽ ഇൻകം, ഇപ്പൊ കാൽക്കുലേറ്റ് നാഷണൽ ഇൻകം എന്ന് പറഞ്ഞാലും നമുക്ക് ഇത് എന്ത് ചെയ്യാൻ പറ്റുന്നു അല്ലെ, നാഷണൽ ഇൻകം ആണ്. ഇവിടെ NNB അറ്റ് ഓൾറെഡി തന്നൊരു NNB അറ്റ് മാർക്കറ്റ് പ്രൈസ് തന്നിട്ടുണ്ട്. ഇൻഡയറക്റ്റ് ടാക്സ് എത്രയാണ്, 400
crore. അതുപോലെ തന്നെ സബ്സിഡീസ് എത്രയാണ് 200 crores അല്ലേ. അപ്പൊ ഇവിടെ നിന്ന് തന്നെ നമുക്ക് വീണ്ടും ഒന്നും കൂടെ ഒന്ന് മനസ്സിലാക്കി നോക്കാം. നമ്മൾ ആദ്യം പഠിച്ച എന്താണ് GDP നമ്മൾ പറഞ്ഞു അല്ലെ. GDP എന്താണ് ഗുഡ്സ് ആൻഡ് സർവീസസ്, ഒരു രാജ്യത്തിന്റെ ടെറിട്ടറിയിൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ഗുഡ്സിന്റെയും സർവീസിന്റെയും ഫൈനൽ വാല്യൂ ആണ് GDP. ഇനി എന്താണ് GNP എന്ന് പറയുന്നത്? GNP എന്ന് പറഞ്ഞാൽ എന്താണ് പറഞ്ഞത്? GDPയുടെ കൂടി എന്ത് ചെയ്യണം? നെറ്റ് ഫാക്ടറിംഗ്, അതായത് നമ്മുടെ ഇന്ത്യയിൽ വന്നിട്ട് ഉൽപ്പാദിപ്പിക്കുന്ന ഫോറിനേഴ്സ് ഉൽപ്പാദിപ്പിക്കുന്ന നമ്മൾ എന്ത് ചെയ്യണം? കുറച്ചിട്ട് വെളി രാജ്യങ്ങളിൽ പോയി അവർ ഉൽപ്പാദിപ്പിക്കുന്ന നമ്മൾ എന്ത് ചെയ്യണം? കൂട്ടണം. അപ്പൊ അതിനെ നമ്മൾ നെറ്റ് ഫാക്ടർ, അതിന് ആ ഒരു ഇക്വേഷൻ നമ്മൾ എന്ത് ചെയ്യും? ഷോർട്ട് ആയിട്ട് നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ്. ഓക്കെ, അതിനുശേഷം എന്ത് ചെയ്തു? GNP കാൽക്കുലേറ്റ് ചെയ്തു. ഇനി നമുക്ക് എന്താ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഈ GNPയിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യണം? നെറ്റ് നാഷണൽ പ്രോഡക്റ്റ്. അതെന്തിനാ കാൽക്കുലേറ്റ് ചെയ്യും? നമുക്കറിയാം ഗുഡ്സ് ആൻഡ് സർവീസിന് എപ്പോഴും എന്ത് ചെയ്യും? അതിന് കാലപ്പഴക്കം വന്നിട്ട് അത് എന്ത് ചെയ്യുക? അസറ്റ് ഡിപ്രിഷിയേറ്റ് ചെയ്യുക. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? GNPയിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം. എന്ത്? ഡിപ്രിസിയേഷൻ എത്രത്തോളം അത് പോയി, ഈ കാര്യം നമ്മൾ എന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം. ഓക്കെ, നെക്സ്റ്റ് ഇപ്പൊ NNP കിട്ടി. ഇതെല്ലാം എന്ത് തന്നെയാണ്? മാർക്കറ്റ് പ്രൈസ് ആണ്. GNP എന്തിനാണ്? മാർക്കറ്റ് പ്രൈസ് ആണ്. GDP നമ്മൾ പറഞ്ഞ എന്തിനാണ്? മാർക്കറ്റ് പ്രൈസ് ആണ്. ഇനി നമുക്ക് എന്താണ് കിട്ടേണ്ടത്? NNP കിട്ടി, അത് മാർക്കറ്റ് പ്രൈസിലാന്ന് കിട്ടി. ഇനി നമുക്ക് എന്ത് കിട്ടണം? ഇനി നമ്മൾ കിട്ടുന്നത് NNP തന്നെ, പക്ഷെ അത് എന്തിൽ കിട്ടണം? ഫാക്ടർ കോസ്റ്റിൽ കിട്ടണം അല്ലെ. ഈ ഫാക്ടർ കോസ്റ്റിൽ എങ്ങനെ കിട്ടും? NNP ഫാക്ടർ കോസ്റ്റ് അല്ലെങ്കിൽ നെറ്റ് NNP നെറ്റ് നാഷണൽ പ്രൊഡക്റ്റ് അറ്റ് ഫാക്ടർ കോസ്റ്റ് ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? നമ്മളിവിടെ പറഞ്ഞതുപോലെ, അതായത് NNP എന്ത്? നെറ്റ് നാഷണൽ പ്രൊഡക്റ്റ് അറ്റ് മാർക്കറ്റ് പ്രൈസ് മൈനസ് എന്ത് ചെയ്യണം? ഇൻഡയറക്റ്റ് ടാക്സ് പിന്നെ എന്താണ്? പ്ലസ് സബ്സിഡി. ഓക്കെ, വളരെ ഈസിയാണ്, നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ. കാരണം നമുക്ക് സബ്സിഡി എന്ന് പറയുമ്പോൾ എന്താ? നമുക്ക് കൊടുക്കേണ്ട പൈസ കുറച്ച് കൊടുക്കുന്നു. ഇൻഡയറക്റ്റ് ടാക്സ് എന്താന്ന് പറയുന്നത്? അതായത് ഇത് എവിടെ വെച്ച് കമ്പയർ ചെയ്യുന്നത്? ഫാക്ടർ കോസ്റ്റിലാണ്. കാരണം ഫാക്ടറിയിൽ ഒരു പ്രൊഡക്റ്റ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന കോസ്റ്റ് അല്ലെ, അതിൽ നിന്നും കൂട്ടിയാണ് എന്ത് വരുന്നത്? ടാക്സും കൂടെ ഉൾപ്പെടുമ്പോൾ MRP വരുമ്പോൾ ടാക്സും കൂടെ കൂടുതലായിട്ട് വരുന്നു. സബ്സിഡി വരുമ്പോൾ എന്താ? നമ്മൾക്ക് കൊടുക്കേണ്ട പൈസയിൽ നിന്ന് കുറച്ചും കൂടെ കുറച്ച് കൊടുക്കും. അപ്പൊ അതെന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. അതോടൊപ്പം തന്നെ ഇൻഡയറക്റ്റ് ടാക്സ് മൈനസ് ചെയ്യണം. അപ്പൊ ഇവിടുത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേ, നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ NNP അറ്റ് മാർക്കറ്റ് പ്രൈസ് എത്ര തന്നിരിക്കുന്നത്? 5000 crore അല്ലെ, 5000 crore. പിന്നെ എന്ത്? ഇൻഡയറക്റ്റ് ടാക്സ് എത്ര നമുക്ക് അറിയാം? 400 അല്ലെ. ഇൻഡയറക്റ്റ് ടാക്സ് 400. പിന്നെ എന്താ തന്നിരിക്കുന്നത്? സബ്സിഡി നമ്മൾ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. ആഡ് ചെയ്യുമ്പോൾ എത്ര വരും? 200 അല്ലെ. ഇതിപ്പോ നമ്മളൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നമുക്ക് എത്ര കിട്ടും? 5000 400 കുറയ്ക്കുമ്പോൾ എത്ര കിട്ടും? 4600 പ്ലസ് ഇതും കൂടെ ചെയ്യണം 200. സബ്സിഡി എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. അപ്പൊ എത്ര കിട്ടും? 4800 crore അല്ലെ, 4800 crore. അപ്പൊ ഇതായിരിക്കും നമ്മുടെ ഇവിടുത്തെ ആൻസർ. സോ ഇവിടെ NNP അറ്റ് ഫാക്ടർ കോസ്റ്റ്, എന്താണ്? നാഷണൽ ഇൻകം. അപ്പൊ നാഷണൽ ഇൻകത്തിന്റെ ഉത്തരം അപ്പൊ ഇത് ഡയറക്റ്റ് ഇപ്പൊ NNP അറ്റ് ഫാക്ടർ കോസ്റ്റ് എന്ന് ചോദിക്കുന്നതിന് വരെ എന്ത് ചോദിക്കാം? നാഷണൽ ഇൻകം എത്രയാന്ന് വേണമെങ്കിൽ ചോദിക്കാം. അപ്പൊ ഈ നാഷണൽ ഇൻകം എത്ര നമുക്ക് കിട്ടി? 4800 crore. ഓക്കെ, അപ്പൊ ഇത്രേ ഉള്ളൂ ഇതിന് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അപ്പം GDP എന്താന്ന് ഓർത്തു വെക്കുക, GNP എന്താന്ന് ഓർത്തു വെക്കുക, എന്നിട്ട് അത് മാർക്കറ്റ് പ്രൈസിലാണ്. അതൊക്കെയാണ് ചിലപ്പോൾ നമുക്ക് കൺഫ്യൂഷൻ വരും. നമുക്ക് ഇക്വേഷൻ ഒക്കെ അറിയാമായിരിക്കും, പക്ഷെ ഇത്തിരി ക്ലാരിറ്റിയോട് കൂടി മനസ്സിലാക്കി വെക്കുക. മാർക്കറ്റ് പ്രൈസിലാണ് എല്ലാം കാൽക്കുലേറ്റ് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ നാഷണൽ ഇൻകം എന്നുള്ള ഒരു കോൺസെപ്റ്റോട് വരുമ്പോൾ അതെന്ത്? ഫാക്ടർ കോസ്റ്റ് ആണ് നോക്കുന്നത്. NNP അറ്റ് ഫാക്ടർ കോസ്റ്റ് ഈസ് ഈക്വൽ ടു എന്താണ്? നാഷണൽ ഇൻകം. സോ ഇൻഡയറക്റ്റ് ടാക്സ് കുറയ്ക്കുക, സബ്സിഡി എന്ത് ആഡ് ചെയ്യുക. അപ്പൊ നമുക്ക് ഇവിടെ ഇതിന്റെ ഉത്തരം കിട്ടി. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയങ്ങളോ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ ഈ ഒരു വീഡിയോനെ കുറിച്ചുള്ള കമന്റ്സ് എന്തെങ്കിലും നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ നിങ്ങൾ ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പൂർണ്ണമായി സബ്സ്ക്രൈബ് ചെയ്യുക. എങ്കിൽ മാത്രമേ നമ്മൾ വീണ്ടും വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. താങ്ക് യു ഓൾ. താങ്ക് യു ഫോർ വാച്ചിങ്.